ഹായ് ഡിയേഴ്സ്, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് സോഷ്യൽ സയൻസിലെ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. എനിവേ, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സ് ഏതെല്ലാം പഠിക്കണം, എങ്ങനെയെല്ലാം പഠിക്കണം, എപ്പോൾ പഠിക്കണം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 80 ഔട്ട് ഓഫ് 80 മേടിക്കുകയും ചെയ്യാം, മൊത്തമായിട്ട് പൊളിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് അവർ സ്ക്വാഡ്. ഇതാണ് നമ്മുടെ സ്ക്വാഡ് എന്നുള്ളത്. FR ഈസ് ഹിയർ, AB ഉണ്ട്, യദു സാർ ഉണ്ട്, ഇത് നമ്മുടെ സ്വന്തം അജ്സൽ സാറാണ്. ഓക്കെ, ഇവരാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന് വേണ്ടി ഏകുന്നു വരുന്നത്. എനിവേ, ഹിസ്റ്ററിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിനേഷൻ എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു 6 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്റർ, ഇതിനൊരു ബാക്കി എവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മുടെ ഓണം എക്സാമിനേഷന് കുറച്ച് നമ്മൾ പഠിച്ച ഭാഗമാണ്. ഓക്കെ, യെസ്, ബ്രിട്ടീഷ് ചൂഷണം ചെറുത്തു നിൽക്കും. അതേപോലെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മുഴുവനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ ആൻഡ് നാഷണലിസം ഇത് മുഴുവനായിട്ട്, സംസ്കാരവും ദേശീയതയും എന്നുള്ളത്. അതുപോലെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം എന്നുള്ള ചാപ്റ്റർ, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. So these are the important chapters or പാഠഭാഗങ്ങൾ from നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നുള്ള 6 ചാപ്റ്റേഴ്സ്. ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇത് മാത്രം പഠിച്ചാൽ പോരാ. അത് വീണ്ടും ഞാൻ അക്കമിട്ട് പറയുന്നു, ഇത് മാത്രം പഠിച്ചാൽ പോരാ. നമുക്കൊരു ഹിസ്റ്ററിയിൽ നിന്ന് മാത്രമായിട്ട് ഒരു 10 മാർക്കിന് എവിടെ നിന്ന് വരും? ഓണം എക്സാമിനേഷനിൽ നിന്നുള്ള പോർഷൻസ് വരും. അതുകൊണ്ട് ഏതെല്ലാം ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ റെവല്യൂഷൻസ്, വിപ്ലവങ്ങളുടെ ചാപ്റ്റർ എന്തായാലും നിങ്ങൾ പഠിക്കണം. റെവല്യൂഷൻസ്, അതായത് ചാപ്റ്റർ 1. ഓക്കെ, അതുപോലെ വേൾഡ് ഇൻ 20th സെഞ്ചുറി എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, വേൾഡ് ഇൻ 20th സെഞ്ചുറി എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് ഏകദേശം ഒന്ന് നോക്കിയിട്ടേ പോകാവൂ. പിന്നെ നമ്മുടെ അടുത്തൊരു ചാപ്റ്ററിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്, പബ്ലിക് ആഡ്. അപ്പോൾ എനിവേ, ഈ 3 ചാപ്റ്റേഴ്സ് എന്തായാലും എൻ്റെ കുഞ്ഞുമക്കൾ നോക്കിയിട്ട് പോകണം. കൂടെ നമ്മുടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് എങ്ങനെ സാർ പഠിക്കും, ഈ ചാപ്റ്റേഴ്സ് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം അവസാനം പറഞ്ഞുതരാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, നിങ്ങൾ പേടിക്കേണ്ട, സെറ്റാക്കി തരാം. അതിനല്ലേ ഞങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ വിശ്വസിക്കാം. ഇത്രേ പറയാനുള്ളൂ. ജോഗ്രഫിയിൽ നിന്നുള്ള 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. 4 ചാപ്റ്റേഴ്സ് ആണ് എന്തിനുള്ളത്, ഈ പറഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. അതായത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് എന്നുള്ള ചാപ്റ്റർ, ഐ ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ, ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും, ഓക്കെ, ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റിൻ്റെ ചാപ്റ്റർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ള ചാപ്റ്റർ, പൊതുചെലവും പൊതുവരുമാനം 5ാമത്തെ ചാപ്റ്റർ, ദ 7th ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ 4 ചാപ്റ്ററിൻ്റെ പുറമെ നമുക്ക് ഓണം എക്സാമിനേഷൻ ഉണ്ടായിരുന്ന 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീസൺസ് ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ചാപ്റ്റർ, നമ്മുടെ വിൻഡ്, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്നുള്ള ചാപ്റ്റർ, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്നുള്ള ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ എത്ര മാർക്കിന് ചോദ്യം വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 20+ മാർക്ക്, 20+ അല്ലെ 20 മാർക്കോളം എവിടെ നിന്ന് വരും? ഓണം എക്സാമിൻ്റെ പോർഷനിൽ നിന്ന് വരും. നിങ്ങൾ പേടിക്കേണ്ട. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബേജാറുണ്ട്, പേടിയുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, ഇതാണ് സെറ്റാക്കി തരാം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 20+. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ എന്തായാലും നിങ്ങൾ കൂടെ വരേണ്ട കാര്യമാണ് ഏഗൺ മാരത്തോൺസ്. ഓക്കെ, ഏഗണിൻ്റെ മാരത്തോൺ ക്ലാസ്സുകൾ ഒരിക്കൽ നിങ്ങൾ മിസ് ചെയ്യരുത്. ഏഗൺ മാരത്തോൺ. ഓക്കെ, അപ്പോൾ ഞാനും അജ്സൽ സാറും പറയുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അത് എന്ത് ചെയ്യണം ഒന്ന് നോക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓണം എക്സാം സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓണം എക്സാം സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണം എക്സാമിനേഷൻ്റെ ടോപ്പിക്കിൽ നിന്ന് ഏതെല്ലാം പോർഷൻസ് ആണ് എക്സാമിന് വരിക എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് ഒരുപാടെണ്ണം നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ റെക്കോർഡ് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ചാനലിൽ വരും. അതുപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ടും വരും. അതിന് വേണ്ടിയിട്ട് കുഞ്ഞു മക്കൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക എന്നുള്ള ആദ്യത്തെ കാര്യം. 2ാമത്തെ കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 2ാമത്തെ കാര്യം. ഇനി നമ്മുടെ നോട്ട്സും അതുപോലെ സ്ലൈഡൊക്കെ കിട്ടണമെങ്കിൽ നേരെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, കയറുകയും ചെയ്യുക. അതും കൂടെ ഉണ്ട് കേട്ടോ. എനിക്കിനി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഓണം എക്സാമിൻ്റെ കാര്യങ്ങൾ റെക്കോർഡായിട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ സാർ ലൈവിലൊന്നും വരൂലേ? ലൈവിലും ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ മാരത്തോണിൻ്റെ കൂടെ തന്നെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് എന്ത് ചെയ്യും നമ്മൾ കവർ ചെയ്യും. ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ സാറ്റർഡേ എന്ന് വെച്ചാൽ ശനിയാഴ്ച ഞങ്ങൾ ബയോളജിൻ്റെ കൂടെ സോഷ്യൽ സയൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 7 മണി മുതൽ സോഷ്യൽ സയൻസും ബയോളജി നമ്മൾ പഠിക്കും. ഓക്കെ, SS ബയോളജിയും പഠിക്കും. അതിൻ്റെ കൂടെ മറക്കാതെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തത് സൺഡേ ആണ്, ഞായറാഴ്ച വൈകിട്ട് 6 PM നമ്മൾ തുടങ്ങും. 6 PM തുടങ്ങുന്ന ലൈവ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മൊത്തം കവർ ചെയ്യും. ഈ ലൈവുകളും നമ്മുടെ മൺഡേ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച
മൺഡേ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച തന്നെയല്ലേ? ഓക്കെ, മൺഡേ തിങ്കളാഴ്ച, അതായത് 18-ാം തീയതി 18th ഡിസംബർ, ആ ദിവസം മോർണിംഗ് 6 AM നമ്മളൊരു 3 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, ആ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിലൊരു ചോദ്യം പോലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നോ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നോ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഒറ്റ ക്വസ്റ്റ്യൻ പോലും വന്നില്ല എന്ന് കരുതി നമ്മളത് മിസ് ചെയ്യാൻ പാടില്ല. അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ കൂടെ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും, ഫസ്റ്റും സെക്കൻഡും അതുപോലെ തേർഡ് ചാപ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. സോ ഒരു പേടിയും പേടിക്കേണ്ട. വൈ ഫിയർ വെൻ ഏഗൺ ഈസ് ഹിയർ? നമ്മുടെ ഏഗൺ ഇവിടെയുണ്ട്. ഓക്കെ, ഏഗൺ വാരിയേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് പോരാം. FRും അതുപോലെ ASും വെയിറ്റിംഗ് ആണ് നിങ്ങളെ കാത്തിട്ട്. ഫുൾ മാർക്ക് വേണ്ടവർ നേരെ ഏഗണിലേക്ക് പോരാ. അപ്പം കട്ട് കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നാം ഗോതയിൽ കാണാം. ഓക്കെ, ലൈവിൽ കാണാം. താങ്ക് യു, ബൈ, സീ യു.